നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ബ്രേക്കിന് ശേഷമുള്ള തങ്ങളുടെ രണ്ടാമത്തെ മത്സരവും ഇന്റർ മയാമി ജയിച്ച് കയറിയിരിക്കുന്നു. സുവാരസ് വീണ്ടും ഗോളടിച്ചിരിക്കുന്നു. ഇതവണ ഒരു കിടിലൻ പനേങ്ക പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹം ടീമിനെ വിജയിപ്പിച്ച് ഗോൾ കണ്ടെത്തിയത്. മോൺട്രിയലുമായിട്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജയിച്ചിരിക്കുന്നത്. ബ്രസീലിയൻ സൂപ്പർ താരം കാസെമിറോ ഇന്റർ മയാമിക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു എന്നുള്ളതാണ് ഈ കളിയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ജർമ്മൻ ബെർത്റേമിൻ്റെ പരിക്കാണ്. അദ്ദേഹം മോൺട്രിയലിൻ്റെ ഡിഫൻഡറുമായിട്ട് കൂട്ടിയിടിച്ച് നിലത്ത് വീണ് അദ്ദേഹത്തെ ആംബുലൻസിലാണ് കളിക്കളത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും മത്സരം 1-0 മോൺട്രിയൽ ജയിച്ചു. ഈ കളിയിൽ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ലൂയിസ് സുവാരസും ജർമ്മൻ ബെർത്രേമും സിൽവറ്റിയും ഒക്കെ ഒരുമിച്ചിറങ്ങി. മധ്യനിരയിൽ കാസെമിറോ ഉണ്ടായിരുന്നു. ബ്രൈറ്റും കാസെമിറോയും സെഗോവിയയും ചേർന്നാണ് മധ്യനിരയിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. കാസെമിറോ മോശമല്ലാത്ത രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ആദ്യ പകുതിയിലെ മത്സരം ഗോൾ രഹിത സമനിലയിലായിരുന്നു. ആധിപത്യം തീർച്ചയായിട്ടും ഇന്റർ മയാമിക്ക് തന്നെയായിരുന്നു. രണ്ടാം പകുതിയിലും അത് തുടർന്നു. കളിയുടെ അവസാനത്തിലാണ് പിന്നീട് പെനാൽറ്റി ലഭിച്ച് ലൂയിസ് സുവാരസ് ഗോൾ അടിക്കുന്നത്. ഏതായാലും ബെർത്രേമിന് പരിക്ക് പറ്റി. അദ്ദേഹത്തിന് പുറത്തു പോവേണ്ടി വന്നു. അദ്ദേഹത്തെ ആംബുലൻസിലാണ് കൊണ്ടുപോയത്. സുവാരസ് എന്തായാലും പെനാൽറ്റി വളരെ അനായാസമായിട്ട് വലയിലേക്ക് ആ ഒരു പനേങ്ക സ്റ്റൈലിൽ തന്നെ അടിച്ചു കയറ്റുകയും ചെയ്തു. എന്തായാലും മെസ്സിയും ഡീബോളും ഒക്കെ മടങ്ങി വരുന്നത് വരെ ഏത് രൂപത്തിൽ മയാമി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കിയിരുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലാത്ത രൂപത്തിലാണ് അവരുടെ പെർഫോമൻസ് വരുന്നത് എന്ന് തന്നെ പറയാം. MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 17 കളികളിൽ നിന്ന് 37 പോയിന്റുമായിട്ട് അവർ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.